ഈമാൻ 70-ലധികം ശാഖകളാണ്. അതിലേറ്റവും അഫ്ളലുഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹയും അദ്നാഹ ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി, ഏറ്റവും താഴെ പടിയിലുള്ളത് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കലാണ്. ഇത് നമുക്ക് എന്താണ് ഈമാൻ എന്ന് കൃത്യമായി വിശദീകരിച്ച് തരുന്ന ഒരു ഹദീസാണ്. നമ്മുടെ ജീവിതം മുഴുവൻ ഈമാൻ ചൂഴ്ന്നു നിൽക്കുന്നു എന്ന ഒരു കാര്യം നമുക്കതിൽ നിന്ന് ശരിക്കും വ്യക്തമായി മനസ്സിലാക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈമാനെ ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും അത് ഈമാൻ്റെ ഏറ്റവും ശ്രേഷ്ഠ പദവി. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുന്നതിൻ്റെ ഈമാൻ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയുക പുറകെ വരുന്നവർക്ക് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി എന്നാണ്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി മാത്രമല്ല, എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുമ്പോൾ എല്ലാവരുടെയും അവരുടെയൊക്കെ ഉദ്ദേശം പുറകിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളതാണ്. അതാണോ അതിൻ്റെ ഈമാൻ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈമാൻ്റെ ഭാഗമായിട്ട് അതിന് മനസ്സിലാക്കുമ്പോൾ അത് അള്ളാഹു എന്നോട് കൽപ്പിച്ചതുകൊണ്ട്, പ്രവാചകൻ എന്നോട് പഠിപ്പിച്ചതുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്ന കാര്യം ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണ്. അപ്പോൾ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴും വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുമ്പോഴും അതുപോലെ കൊച്ചു കൊച്ചു നന്മകൾ നമ്മൾ ചുറ്റും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെ മുഴുവൻ എൻ്റെ ഈ കർമ്മം ഞാൻ ചെയ്യുന്നത് അള്ളാഹു എന്നോട് പഠിപ്പിച്ചതുകൊണ്ട്, റസൂൽ എന്നോട് പറഞ്ഞതുകൊണ്ട് എന്ന പോയിന്റിലേക്ക് നമ്മളതിനെ ചുരുക്കിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അപ്പോൾ നമ്മുടെ കർമ്മങ്ങളിൽ ഒരിക്കലും തന്നെ ഈ ഇഖ്ലാസ് നഷ്ടപ്പെടുന്ന മറ്റ് തരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഒരിക്കലും ചേർന്ന് വരികയില്ല. ആ അർത്ഥത്തിൽ നമുക്ക് നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധീകരിച്ചെടുക്കാൻ സാധിക്കുമാറാകട്ടെ. ഭൗതികമായ ലക്ഷ്യങ്ങൾക്കപ്പുറം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിർദ്ദേശമനുസരിച്ച് ചെയ്യാൻ നമുക്ക് നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.